സോ ഗൈസ് അഗെയിൻ ആ ഫ്രണ്ടിലെ സെറ്റ് ഫുൾ കവേർഡ് ആയി. ഓക്കെ, നമുക്കിപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന ടാസ്കിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് ടിൽ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഷെയറിങ്, താങ്ക് യു പറയല്, സോറി പറയലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, അതായത് ഓഫ്കോഴ്സ് ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചില സമയത്ത് നമ്മുടെ തോട്ട് ഭയങ്കര ഉൾട്ടയായിട്ട് പോവും. തെറ്റിദ്ധാരണ ആവാം, അല്ലെങ്കിൽ ഇഷ്ടക്കേടാവാം, അല്ലെങ്കിൽ കുത്തിത്തിരിപ്പാകാം, പലതും ആവാം. അപ്പൊ ആദ്യം സംസാരിച്ച കാര്യങ്ങൾ അനുമോൾക്ക് താങ്ക് യു പറഞ്ഞിട്ടാണ് ഈ എന്ത് പറഞ്ഞത് സംസാരിച്ചത്. പക്ഷെ ഇൻ എ വെരി നെഗറ്റീവ് വേ. അതായത് ഫ്രണ്ട്സ് എങ്ങനത്തെ ഫ്രണ്ട്സിനെ എടുക്കണം, എങ്ങനെ അറ്റാച്ച്ഡ് ആവണം, എങ്ങനെ മാനിപ്പുലേറ്റ് ആവും, അങ്ങനെ എല്ലാ രീതിയിലും. അതായത് ചുരുക്കം പറഞ്ഞാൽ അനുമോളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് അതിലേക്ക് ഒരുപാട് പണി കിട്ടി. അതിൽ നിന്നും കുറെ കാര്യങ്ങൾ അതിലെ പഠിച്ചു. സോ അങ്ങനെ പഠിപ്പിച്ചതിന് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു. എല്ലാവരും ഭയങ്കര കയ്യടിയായിരുന്നു. ആരോപിച്ച് ആദ്യം നൂറയും ഷാനവാസാണോ അക്ബറാണോ എന്ന് പറഞ്ഞൂടാ, അവർ മാത്രമേ കുറച്ചൊന്ന് ക്രിഞ്ചായിട്ട് ഇരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഭയങ്കര കയ്യടിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് പുറത്തുനിന്ന് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇത് പറയേണ്ട ഡയലോഗ് ശരിക്കും അനു ആണ് പറയേണ്ടത്. കാരണം അനുവിനാണ് ഇവരുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ട് ഇത്രയും പണി കിട്ടിയത്. അനു ആരൊക്കെ ആയിട്ട് കൂട്ടുകൂടിയിട്ടുണ്ടോ അവരുടെ കയ്യിൽ നിന്നൊക്കെ അവന് ബാക്ക് സ്റ്റാബ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ആരോട് സോറി പറഞ്ഞു? നമ്മുടെ ആര്യനോട് സോറി പറഞ്ഞു. അറിയാലോ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ സംഭവം, നോറയുടെ വയറില് നോക്കിയ കാര്യം, ഞരമ്പാന്ന് പറഞ്ഞ കാര്യം, എന്നൊരു ശൈത്യം പറഞ്ഞ ഡയലോഗ് ഉണ്ട്. അയ്യോ പാവ, അവനത് അറിയില്ലല്ലോ. അപ്പൊ എന്താണ് ശരിക്കും ആതിരയുടെ ക്യാരക്ടർ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് എനിക്ക് തോന്നുന്നു ഇന്നലെ വന്നപ്പോൾ ആര്യൻ കെട്ടിപ്പിടിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും അമ്മ അന്വേഷണം എന്ന് പറയും, ഓൾവേസ് വെൽക്കം എന്ന് പറയും, ബ്രദർ സിസ്റ്റർ റിലേഷൻ ഒക്കെ സംസാരിച്ചപ്പോൾ ആള് മെൽട്ടായി തോന്നുന്നുണ്ട്. അതേപോലെ ഷാനവാസ് വിളിച്ചിട്ട് അതിലോട് നൂറോട് നിങ്ങൾക്ക് പണിയാവും, സംസാരിച്ച് തീർക്കെന്ന് പറഞ്ഞിട്ട് അനുവിനെ വിളിച്ചിരുത്തിയപ്പോൾ അവരായിട്ട് മെൽട്ടായി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവർക്കൊരു സ്ഥിരതയില്ല. ഇവര് ആരെന്ത് പറയണോ അതനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. അപ്പൊ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ മേ ബി റിഗ്രറ്റ് ആവാൻ പോകുന്നത് അതിലും നൂറ് തന്നെയായിരിക്കും. ഇതിൽ ഒരു റിഗ്രറ്റും വേണ്ടി വരാത്തത് എനിക്ക് തോന്നുന്നു അനുവിനായിരിക്കും. അനുവിന് റിഗ്രറ്റ് വരാൻ ചാൻസ് ഉണ്ട്, റോങ് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്തതിന്, എപ്പോഴും കരയുന്നതിന്, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചില സമയത്ത് പറയണം തോന്നിയാലും പറയാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ വേറൊരു സംഭവം, ഈ അടിച്ചമർത്തി ഇരുത്തുന്ന ഒരു പരിപാടി അവിടെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ അടക്കം അനുവിനോട് സോറി പറഞ്ഞു. നല്ല കാര്യം, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായി തുടങ്ങിയവൻ. പലരും അവിടെ ക്ലെൻസിങ് പ്രോസസ് ആയതുകൊണ്ട് അത് പഠിച്ചു തുടങ്ങും. നെവിനൊക്കെ 2-3 പേരുടെ പേര് പറഞ്ഞു, അവിടെ എല്ലാവരും ഓൾമോസ്റ്റ് പറഞ്ഞു. പക്ഷെ അനുമോള് വേറൊരാളുടെ പേരും കൂടിയും പറയാൻ പോയപ്പോ അനുമോള് സോറി പറഞ്ഞത് നമ്മുടെ ആരോടാണ് രേണുസുതിയോടാണ്. ഈശ്വര, ഞാൻ ആ പേര് മറക്കാൻ പോലാത്ത രേണുസുതിയോടാണ്. അനുമോളും നല്ല ബ്രില്യന്റ് ആയിട്ട് തന്നെ ഗെയിം കളിച്ചു. വേറെ ആരുടെ പേര് പറഞ്ഞിട്ടും സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം 8-16 തിരിച്ചു വന്നെ. വേറെ പേര് പറയാൻ തുടങ്ങിയപ്പോഴേക്കും എല്ലാവരും അടിച്ചമർത്തി അവിടെ ഇരുത്തി, വേണ്ട സംസാരിക്കേണ്ട, അതിന് സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ. അപ്പം ഇതിനകത്തൊക്കെ നിന്നും വ്യക്തമാണ് ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നെന്ന്, കുശുമ്പാണെന്നും അസൂയ എന്നൊക്കെ. അപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് കാണുന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് കാണേണ്ടതും വേണ്ട, ചെറിയ ചെറിയ ഷോർട്സും റീൽസും കാണുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവും ഇവരുടെ തുടക്കം തൊട്ട് പിടിച്ചു വന്നിരുന്ന ഇവരുടെ ക്യാരക്ടർ കുറച്ച് കഴിയുമ്പോൾ പോവുകയാണെന്നുള്ളത്. അപ്പോൾ എന്നും എപ്പോഴും അവിടെ അനുമോളെ വലിച്ചു താഴെയിടാൻ നോക്കുന്നവരാരാണോ അവരാണ് വീഴുന്നത്. അനുമോള് 10 അടി മേലോട്ട് ഉയർന്ന് തന്നെ പോവുകയാണ്.